അങ്ങനെ ബ്രദർ പറയുന്ന ആവശ്യങ്ങൾ ഒന്നും കേൾക്കാതെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവള് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെല്ലാരും കൂടി ഹീറോയിനെ ഇപ്പൊ കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു മോശപ്പെട്ട പെണ്ണാണ് എന്ന രീതിയിലൊക്കെ. മാത്രമല്ല ഇവളുടെ ദേഹത്ത് ഒരുപാട് അഴുക്കാണ് എന്ന് പറഞ്ഞിട്ട് അവരുണ്ടായിരുന്ന വെള്ളം എടുത്ത ഹീറോയിന്റെ ദേഹത്തോടെ ഒഴിക്കുന്നു. ഹീറോയിനും ഇവരുടെ സെക്കൻഡ് യങ് മാസ്റ്ററിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് കരുതിയാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഹീറോയിൻ ഇവരോട് നിങ്ങളൊക്കെ ഇവള് പറഞ്ഞതല്ലേ വിശ്വസിച്ചിരിക്കുന്നത്, ആ വിശ്വാസം തന്നെ നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവള് ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്, നീ ഒരു മോശക്കാരി തന്നെയാടി എന്ന് പറയുമ്പോൾ ഹീറോയിന് അത് കേട്ട് നല്ല ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ ഇവളെ പിടിച്ച് മുക്കുന്നു. കുറച്ചു നേരം എന്തായാലും അവള് പാടുപെടുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഈ ബ്രദർ അങ്ങോട്ടേക്ക് വന്ന് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും ഹീറോയിൻ ചെയ്ത ആ ഒരു തെറ്റ് പറയുന്നു. പക്ഷെ ബ്രദർ ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് ഇവളെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തുടങ്ങി വെച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞ ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ അത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് ഈ ബന്ധം ശരിയല്ല, ഒരിക്കലും ശരിയല്ല, അത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ ബ്രദർ എന്റെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഇവന്റെ കോട്ടൂരെ ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നു. വെള്ളം നിറഞ്ഞിരിക്കുകയാണല്ലോ അവള്. പക്ഷെ ഹീറോയിൻ ഈ അതൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു.